സാഷ്ടാംഗം നമിക്കുന്നീതാ. വടക്കും നാഥ സർവം നടത്തും നാഥ, നിന്റെ നടയ്ക്കൽ ഞാൻ സാഷ്ടാംഗം നമിക്കുന്നീതാ. സമാധി കൊള്ളും സച്ചിന്മയ സംഹാരാധിപ, സമസ്താപരാധവും ക്ഷമിക്ക ദേവാ. വടക്കും നാഥ സർവം നടത്തും നാഥ. പരശുരാമനോടൊത്ത് രജരാദ്രി വിട്ടങ്ങ് പരിവാരങ്ങളോടിങ്ങ് പരിലസിപ്പൂ. പരശുരാമനോടൊത്ത് രജരാദ്രി വിട്ടങ്ങ് പരിവാരങ്ങളോടിങ്ങ് പരിലസിപ്പൂ. ആഭംഗൂരം വാഴുന്നതാം ശങ്കരാം തീരാവ്യാധികളാറ്റിടുന്ന ഭഗവൻ ചിത്തീശ്വരം വാഴുമെൻ കാരുണ്യക്കടലേ തൊഴുന്നു കനിവോടെന്നും തുണച്ചിടണേ. മനുഷ്യനെ വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എന്നോടൊപ്പം വേദി പങ്കിടുന്ന 4 അമൂല്യ രത്നങ്ങൾ, അതോടൊപ്പം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളായിട്ടുള്ള പ്രധാന വ്യക്തിത്വങ്ങൾ, അതോടൊപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഈ വേദിയിൽ നിൽക്കുമ്പോൾ. കാരണം ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് നമ്മുടെ പരിസരത്ത് ഒക്കെ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. ഉത്സവങ്ങൾ ഗംഭീരമായിട്ട് ആഘോഷിക്കാറുണ്ട്. പല വിധത്തിലുള്ള കലാപരിപാടികളും ഒക്കെയായിട്ട് കേമമായിട്ട് ആഘോഷിക്കാറുണ്ട്. പക്ഷെ അവിടെയൊന്നും കാണാത്ത വിധത്തിൽ ഉത്സവാരംഭം, കൊടിയേറ്റത്തോടുകൂടി ഉത്സവം ആരംഭിക്കുമ്പോൾ അവിടെ ഒരു സാംസ്കാരിക ഉത്സവം കൂടിയായിട്ട് അത് മാറുന്നത്, ഒരു സാംസ്കാരിക സഭയോട് കൂടിയിട്ട് ഉത്സവം ആരംഭിക്കുക എന്ന് പറയുന്നത് വളരെയധികം നന്മ നിറഞ്ഞ, അല്ലെങ്കിൽ വളരെ സമൂഹത്തിന് അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്, മഹത്വമേറിയ ഒരു കാര്യമാണ്. കാരണം ഉത്സവം എന്ന് പറയുന്നത് കലാപരമായിട്ടുള്ള പരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വേദിയല്ല. ഉത്സവം നമുക്കറിയാം, ഭഗവാന്റെ ചൈതന്യം നമ്മളിലേക്കും ആ ഗ്രാമത്തിലേക്കും മുഴുവൻ ഒഴുകി എത്തുന്ന ഒരു സമയം കൂടിയാണ്. ഈ സമയത്ത് ആഘോഷങ്ങൾ വേണം. ആഘോഷങ്ങളോടൊപ്പം തന്നെ നമ്മൾക്ക് മാനസികമായും ഉള്ള ആധ്യാത്മികമായും ഒരു ഉയർച്ചയിലേക്ക്, ഒരു നവോന്മേഷത്തിലേക്ക് ആ ഉത്സവങ്ങൾക്ക് നമ്മളെ നയിക്കാൻ സാധിക്കണം. അവിടെയാണ് ഉത്സവങ്ങളുടെ പ്രസക്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കലാപരിപാടികൾ വേണ്ടെന്നല്ല, പക്ഷേ നമ്മുടെ മാനസികമായിട്ടുള്ള ഉന്മേഷം, മാനസികമായിട്ടുള്ള ഉയർച്ച, സർവതോന്മുഖമായിട്ടുള്ള ഉയർച്ച, ഇതെല്ലാം ഉത്സവം കൊണ്ട് ലക്ഷ്യമാക്കേണ്ടതുണ്ട്. തിരുവാതിര മഹോത്സവം നടക്കുന്ന ഈ സംരംഭത്തിൽ, ഈ സമയത്ത് ഈ ഒരു സാംസ്കാരിക സഭയോടുകൂടി ഇതാരംഭിക്കുന്നതിലുള്ള സന്തോഷവും, അതോടൊപ്പം ഇവിടെ ഇത് സംഘടിപ്പിച്ച
ഭാരവാഹികളോട്, ക്ഷേത്ര ഭാരവാഹികളോട് എൻ്റെ നന്ദിയും അതോടൊപ്പം അവരോടുള്ള അഭിനന്ദനങ്ങളും ഞാനിവിടെ അറിയിക്കുകയാണ്. ഒരു ഉത്സവത്തിൽ ഞാൻ പറഞ്ഞു, നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്ന, മാനസികമായി നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്ന, ആധ്യാത്മികമായി ചിന്തകളിലൂടെ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്ന തലത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അവിടെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ഉദ്ധരേതാത്മനാത്മാനം നാത്മാനം അവസാദയേത്. ഭഗവാൻ തന്നെ പറഞ്ഞതാണ്, അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് സമസ്ത മനുഷ്യരാശിയോടും പറഞ്ഞ ഒരു കാര്യമാണ് ഉദ്ധരേതാത്മനാത്മാനം. നീ എന്തു ചെയ്യൂ? നീ സ്വയം നിന്നെ ഉയർത്തിക്കൊണ്ടുവരണം. നിന്നെ ഉയർത്താനായിട്ട് മറ്റൊരാളെ കാത്തു നിൽക്കരുത്. ഏത് പ്രതിസന്ധിയിലും, ഏത് താഴ്ചയിൽ നിൽക്കുന്ന സമയത്തും, ഏത് അവസരത്തിലും നിന്നെ ഉയർത്തിക്കൊണ്ടു പോകേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം നിന്നിൽ നിക്ഷിപ്തമാണ്. ആത്മാനം ഉദ്ധരേത്, നമ്മൾ നമ്മളെ ഉയർത്തിക്കൊണ്ടു പോകണം. ആത്മാനം അവസാദയേത്, ഒരിക്കലും നമ്മൾ നമ്മളെ താഴേക്ക്, പരാജയങ്ങളിലേക്ക് ഒരിക്കലും കൊണ്ടുപോകരുത്. നമ്മുടെ ചിന്തകളെ ഒരിക്കലും